നമ്മളുടെ ധർമ്മശാസ്ത്രം വിവരിക്കുന്ന കുറെ ശിക്ഷകൾ, അത് നല്ല രസകരമായിട്ട് തോന്നി. 39ാമത്തെ അധ്യായത്തില് 5ാമത്തെ അധ്യായത്തില് 26 മുതൽക്ക് 39 വരെ ക്ലോസുകളാണ്. അധ്യായം 5 26 മുതൽക്ക് 39 വരെ ക്ലോസുകള് കോടതിയിൽ പ്രസന്റ് ചെയ്തിട്ടാണ് ശിക്ഷ അനുവദിക്കുക. 26ാമത്തെ ക്ലോസ്: ഒരു വ്യക്തി സ്വന്തം വർണ്ണധർമ്മത്തെ അനുഷ്ഠിക്കുന്നതിനെ മറ്റൊരാൾ കളിയാക്കുകയോ പുച്ഛിക്കുകയോ ചെയ്താൽ 200 പണം ശിക്ഷ. അസത്യം, അപഹരണം എന്നിവയ്ക്കും 200 പണമാണ് പിഴ ശിക്ഷ. ഗുരുവിനെ നിന്ദിച്ചാലും അവഹേളിച്ചാലും 200 പണം പിഴയൊടുക്കണം. 29 ഉയർന്ന വർണ്ണങ്ങളിലുള്ളവർ താഴ്ന്ന വർണ്ണങ്ങളിലുള്ളവരെ അവഹേളിച്ചാൽ ഉയർന്ന വർണ്ണത്തിലുള്ളവർക്ക് നാവ് ഛേദിക്കുകയോ അതിന് തുല്യമായ പിഴ ഈടാക്കുകയോ ചെയ്യണം. ഉയർന്ന വർണ്ണത്തിലുള്ളവർക്കാണ് ശിക്ഷ വളരെ കൂടുതലുള്ളത്. താഴ്ന്ന വർണ്ണത്തിലുള്ളവരെ അവഹേളിച്ചാൽ നാക്ക് പിഴുതു കളയുന്നത് വരെ. തിരിച്ചാണ് സംഭവിച്ചതെങ്കിൽ ചെറിയ പിഴ ഈടാക്കണം. താഴ്ന്ന വർണ്ണത്തിലുള്ളവര് ഉയർന്ന വർണ്ണത്തിലുള്ളവരെ ചെറിയ പിഴ ഈടാക്കണം. ശ്രേഷ്ഠന്മാരായ വേദപണ്ഡിതന്മാരെയോ 32 ഗ്രാമദേശവാസികളെയോ അവഹേളിച്ചാലും പിഴയൊടുക്കണം. 33 ചെറിയ രീതിയിലുള്ള ആക്ഷേപശരങ്ങൾക്ക് 100 കാർഷാപണം പിഴ കൊടുക്കണം. 34 മാതാവ്, സഹോദരി എന്നീ സ്ത്രീകളെ ചേർത്ത് അവഹേളിച്ചാലും 35 തുല്യവർണ്ണത്തിലുള്ളവർ പരസ്പരം അവഹേളിച്ചാലും 36 വർണ്ണത്തെ കുത്തി വേദനിപ്പിക്കുന്ന വിധത്തിൽ അവഹേളിച്ചാലും യഥാക്രമം 12, 6, 3 കാർഷാപണം പിഴയൊടുക്കണം. 37ാമത്തെ ക്ലോസ്: അവഹേളിച്ച ദേശവും സ്ഥലവും കാലവും സമയവും നോക്കിയാണ് ശിക്ഷ വിധിക്കേണ്ടത്. അടുത്തത് ധർമ്മശാസ്ത്ര വരികൾ 5ാമത്തെ അധ്യായത്തിൽ 40 മുതൽക്ക് 47 വരെയുള്ള ശിക്ഷകൾ എങ്ങനെയാണെന്ന് നോക്കുക. മറ്റുള്ളവരുടെ പത്നിയെ അപഹരിച്ചാൽ, തട്ടിക്കൊണ്ടുപോയാൽ കഠിനമായ ശിക്ഷ നൽകണം. 41ാമത്തെ ക്ലോസ്: വർണ്ണമനുസരിച്ച് ആരാണോ അപഹരിച്ചത് അതനുസരിച്ചുള്ള ശിക്ഷയാകണം വിലയിരുത്തേണ്ടത്. 42ാമത്തെ ക്ലോസ്: പശുവിനെ അപഹരിച്ചാലും ഇതുതന്നെ പിഴയും ശിക്ഷയും. 43 ശ്രേഷ്ഠമായത് അപഹരിച്ചാൽ വധ തുല്യമായ ശിക്ഷ. കാര്യങ്ങൾ വിലയിരുത്തി കൊടുക്കണം. 45 കന്യകയ്ക്കുള്ള ദോഷത്തെ മൂടിവെച്ച് കന്യകയ്ക്കുള്ള ദോഷത്തെ പറയാതെ വിവാഹം ചെയ്തു കൊടുത്താലും പിഴയൊടുക്കണം. 46ാമത്തെ ക്ലോസ്: അതേ പ്രകാരം വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ മറ്റൊരാൾ ഏർപ്പെട്ട സ്ത്രീയെ വിവാഹം മോചിപ്പിച്ച് കന്യാദാനം ചെയ്ത വ്യക്തി ആ കന്യക ഉപേക്ഷിക്കപ്പെട്ടാൽ സംരക്ഷിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. 47 ദുഷ്ടനല്ലാത്തവനെ ദുഷ്ടൻ എന്ന് പൊതുസദസ്സിൽ വിളിച്ചാലും കഠിനമായ ശിക്ഷ കൊടുക്കണം. ഇതാണ് 47ാമത്തെ ക്ലോസ്. അടുത്തത് 48ാമത്തെ ക്ലോസുകൾ: മൃഗങ്ങളെ വധിക്കുകയോ ഹിംസിക്കുകയോ ചെയ്താലുള്ള ശിക്ഷ പ്രത്യേകിച്ചാണ്. 48ാമത്തെ ക്ലോസ്: ആന, കുതിര, ഒട്ടകം, പശു എന്നിവയെ കൊന്നാൽ ഒരു കയ്യോ കാലോ മുറിച്ച് കളയണം, അല്ലെങ്കിൽ തത്തുല്യമായ ശിക്ഷ വിധിക്കണം. 49 വിൽക്കാൻ പാടില്ലാത്ത മാംസം വിറ്റാലും ഇതുതന്നെയാണ് ശിക്ഷ. 50ാമത്തെ ക്ലോസ്: വളർത്തു പശുവിനെ വധിച്ചാൽ 100 പണം പിഴ കൊടുക്കണം. കൂടാതെ പശുവിന്റെ ഉടമസ്ഥന് പശുവിന്റെ വിലയും നൽകണം. 52ാമത്തെ ക്ലോസ്: കാട്ടുജന്തുക്കളെ വധിച്ചാൽ 500 കാർഷാപണം പിഴ ശിക്ഷ കൊടുക്കണം. 53ാമത്തെ ക്ലോസ്: വളർത്തു പക്ഷികള്, വളർത്തു മത്സ്യങ്ങളെ ഇവയെ കൊന്നാൽ 10 കാർഷാപണം പിഴ കൊടുക്കണം. നന്മ തരുന്ന കീടങ്ങളെ കൊന്നാൽ 1 കാർഷാപണം പിഴ കൊടുക്കണം. നല്ല ഫലങ്ങൾ തരുന്ന വൃക്ഷലതാദികൾ മുറിച്ചാൽ കഠിനമായ ശിക്ഷ കൊടുക്കണം. നല്ല പുഷ്പങ്ങൾ തരുന്ന സസ്യലതാദികളെ അനുവാദമില്ലാതെ ശല്യമാണെന്ന് പറഞ്ഞ് മുറിച്ചാൽ മധ്യമ ശിക്ഷ കൊടുക്കണം. 10, 50 കാർഷാപണം. അവർ 100 കാർഷാപണമാണ് പിഴയൊടുക്കേണ്ടത്. 58ാമത്തെ ക്ലോസ്: പുല്ലു മുറിച്ചു കളഞ്ഞാൽ 1 കാർഷാപണം ശിക്ഷ. എന്തെല്ലാം നശിപ്പിച്ചാലും അതിന്റെ ഉടമസ്ഥന് പിഴ കൂടാതെ അതിന്റെ മൂല്യവും നൽകണം എന്ന് 5ാം അധ്യായത്തിലെ 48 മുതൽക്ക് 59ാമത്തെ ക്ലോസ് വരെ പറയുന്നു. അടുത്ത ശിക്ഷ 60ാമത്തെ ക്ലോസ് മുതൽക്ക്: കൈകൊണ്ട് മർദ്ദിച്ചാൽ 10 പണം ശിക്ഷ. കാൽ കൊണ്ട് ചവിട്ടിയാൽ, തൊഴിച്ചാൽ 20 പണം ശിക്ഷ. 62ാമത്തെ ക്ലോസ്: വടികൊണ്ട് അടിച്ചാൽ സാധാരണ ശിക്ഷയും. 63ാമത്തെ ക്ലോസ്: കല്ലുകൊണ്ട് എറിഞ്ഞ മധ്യമ ശിക്ഷയും. 64 ആയുധം കൊണ്ട് ആക്രമിച്ചാൽ കഠിന ശിക്ഷയും നൽകണം. 65 ശരീരത്തെ പാദാതികേശത്തിൽ വേദനിപ്പിച്ചാൽ 10 പണം ശിക്ഷ നൽകണം. 66 രക്തസ്രാവം ഉണ്ടാകാത്ത തരത്തിലുള്ള വേദന ജനിപ്പിച്ചവന് 32 പണം ശിക്ഷ. രക്തസ്രാവത്തോടു കൂടിയ ആക്രമണമാണെങ്കിൽ 64 പണം ശിക്ഷ കൊടുക്കണം. 68ാമത്തെ ക്ലോസ്: കൈകാൽ, പല്ല് ഇവ
ഒടിയുകയോ മുറിച്ചു പോവുകയോ ചെയ്താൽ മധ്യമ ശിക്ഷയും നൽകണം. 69ാമത്തെ ക്ലോസ് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ പ്രഹരിച്ചാലോ 70ാമത്തെ ക്ലോസ് കണ്ണ്, തോളല്, കയ്യല്, സന്ധി എന്നിവയ്ക്ക് കാര്യമായ പരിക്കേൽപ്പിച്ചാലോ കഠിന ശിക്ഷ നൽകണം. 71ാമത്തെ ക്ലോസ് പ്രകാരം 2 കണ്ണുകൾ നഷ്ടപ്പെട്ടാൽ അപ്രകാരം ചെയ്തവന് ആജീവനാന്ത ബന്ധനം ശിക്ഷയായി നൽകണം. 72ാമത്തെ ക്ലോസ് മേൽ വിവരിച്ചതനുസരിച്ച് ശിക്ഷകൾ ക്രമപ്പെടുത്തി സാക്ഷികളെ വിളിച്ചു വരുത്തി അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു വേണം ശിക്ഷകള് പൂർണ്ണമായിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് എന്ന് നമ്മളുടെ പൂർവികര് വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ 5ാം അധ്യായമായുള്ളൂ, 100 അധ്യായങ്ങളുണ്ട് ധർമ്മശാസ്ത്രത്തില്. ഇതെല്ലാം എന്തിനാ വായിക്കുന്നത്, ഇപ്പോഴെന്തിനാ അറിയുന്നതെന്ന് ചോദിച്ചാൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ നമ്മുടെ ഖുറാനും ഏതാണ്ട് ഒരു AD 270 എഴുതിയ ബൈബിളിലും എന്തൊക്കെയാ പറയുന്നത് നോക്കുക. ഇത് 500 BC-യിൽ 2500 വർഷങ്ങൾക്ക് മുമ്പ് 18 ധർമ്മശാസ്ത്രം എഴുതിയതില് ഒരു ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് അതിലെ ഒരു 5ാമത്തെ അധ്യായം മാത്രമാണ് ഞാൻ വായിച്ചത്. ബാക്കി രാഷ്ട്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ